ഓപ്പൺ മെഡ് സ്കൂളിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ആൻഡ്രൂസ്, പ്രൊഫസർ ഓഫ് മെഡിസിൻ, കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ്. ഇന്ന് നമ്മുടെ ഇടയിൽ വൃക്കരോഗികളുടെയും ഡയാലിസിസ് ചെയ്യുന്നവരുടെയും എണ്ണത്തിൽ, അതായത് വൃക്കരോഗികളുടെ എണ്ണത്തിൽ 10 മടങ്ങ് വർധനവുണ്ടായിരിക്കുന്നു. എന്താണ് വൃക്ക, എന്താണ് ഇതിൻ്റെ ഫങ്ഷൻ എന്നതിനെക്കുറിച്ച് ഒരു പ്രാഥമിക അറിവ് നൽകുക എന്നതാണ് ഇന്നത്തെ ഉദ്ദേശം. വയറിൻ്റെ പിന്നിൽ നട്ടെല്ലിന് സൈഡിലായിട്ട് കാണുന്ന പയറുമണിയുടെ ആകൃതിയിലുള്ള 2 അവയവങ്ങളാണ് വൃക്കകൾ അഥവാ കിഡ്നി. ഇവയുടെ വലിപ്പം ഏതാണ്? നമ്മുടെ ഒരു മുഷ്ടിയുടെ അത്രയും വരും. എന്താണ് ഈ വൃക്കയുടെ പ്രധാന ജോലി? നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വിഷാംശങ്ങളെ പുറത്താക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ജോലി. വൃക്ക ഒരു ഫിൽട്ടർ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. രക്തം വൃക്കയിലേക്ക് എത്തുന്നു. ഇത് അരിച്ചെടുത്ത് വിഷാംശത്തെ പുറത്ത് കളയുകയും ശുദ്ധമായ രക്തത്തിനെ ശരീരത്തിലേക്ക് മാറ്റുകയും വിഷാംശമടങ്ങിയ പദാർത്ഥങ്ങളെ യൂറിറ്റർ വഴി മൂത്രാശയത്തിലെത്തിക്കുകയും അവിടെ നിന്ന് മൂത്രനാളിയിലേക്കൂടെ പുറന്തള്ളുകയും ചെയ്യുന്നതാണ് കിഡ്നിയുടെ പ്രധാന ജോലി. രക്തത്തെ ശുദ്ധീകരിക്കുന്നത് കൂടാതെ ശരീരത്തിലുള്ള അമിതമായ ജലാംശത്തെ നീക്കം ചെയ്യാൻ കിഡ്നി സഹായിക്കുന്നു. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് കിഡ്നിക്ക് പ്രത്യേകമായൊരു പങ്കുണ്ട്. അതോടൊപ്പം തന്നെ രക്തത്തിലെ ചുവന്ന അണുക്കളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നതും കിഡ്നിയാണ്. അസ്ഥികളെ ആരോഗ്യത്തോടെ നിലനിർത്തുന്നതിന് സഹായിക്കുന്ന വൈറ്റമിൻ ഡിയുടെ ആക്ടിവേഷന് അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയെ പ്രവർത്തിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതും കിഡ്നിയാണ്. അങ്ങനെ പലവിധ ജോലികൾ കിഡ്നി ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സാധാരണ കാണുന്ന വൃക്ക രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാവർക്കും സുപരിചിതമാണ് വൃക്കയിലെ കല്ല് അഥവാ കിഡ്നി സ്റ്റോൺ. മൂത്രത്തിലുള്ള ലവണങ്ങൾ കൂടിച്ചേർന്ന് കല്ലായി രൂപപ്പെടുന്നു. അതികഠിനമായ വേദന, വയറിൽ നിന്നും നമ്മുടെ ഒടുവിൻ്റെ ഭാഗത്തേക്ക് വരുന്ന വേദനയാണ് ഇതിന് സാധാരണ കാണുന്നത്. രക്തത്തിൽ മൂത്രം പോവുക ഇതോടൊപ്പം തന്നെ കാണാം. വൃക്കയിലെ അണുബാധ, നമ്മുടെ യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയും. ഇത് കിഡ്നിയെ ബാധിക്കുമ്പോൾ അതിന് പൈലോനെഫ്രൈറ്റിസ് എന്നാണ് പറയുക. അതായത് കിഡ്നിയുടെ പഴുപ്പ്. പ്രമേഹം മൂലമുള്ള വൃക്കരോഗം, നമ്മളിവിടെ കാണുന്ന തുടർച്ചയായി അല്ലെങ്കിൽ മാറാത്ത വൃക്കരോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രമേഹം മൂലമാണ്. ഏതാണ്ട് 40% അസുഖങ്ങളും ഡയബറ്റീസ് മൂലമാണ്. തൊട്ട് പിന്നാലെ വരുന്നത് ഹൈപ്പർ ടെൻഷൻ മൂലമുള്ള കിഡ്നിയുടെ പ്രശ്നങ്ങളാണ്. ഇതേതാണ് 30% വരും. പിന്നെ അനാവശ്യമായിട്ടുള്ള വേദന സംഹാരികളുടെ ഉപയോഗം, നമ്മൾ അനാൽജസിക് അബ്യൂസ് എന്ന് പറയും. ജനിതകമായ കാരണങ്ങളാൽ ഉണ്ടാകുന്ന പല കിഡ്നി രോഗങ്ങളുമുണ്ട്. കിഡ്നിയുടെ രോഗം പെട്ടെന്ന് ഉണ്ടാകുകയാണെങ്കിൽ അതിന് നമ്മൾ അക്യൂട്ട് നെഫ്രൈറ്റിസ് എന്ന് പറയാം. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്നത്. സാധാരണ പൊതുവെ ക്രോണിക്കായിട്ട്, അതായത് പല മാസങ്ങൾ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന കിഡ്നി അസുഖത്തിന് നമ്മൾ ക്രോണിക് കിഡ്നി ഡിസീസ് എന്നാണ് പറയുക. 3 അതിലധികമോ മാസങ്ങൾ കിഡ്നിയുടെ പ്രവർത്തനത്തിൽ കുറവ് വരുമ്പോഴാണ് നമ്മൾ ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുക. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഡയബറ്റീസും പ്രഷറുമാണ്. ഇതോടൊപ്പം തന്നെ ചില സമയത്ത് ഈ കിഡ്നി ഒരു അരിപ്പ പോലെയാണല്ലോ വർക്ക് ചെയ്യുന്നത്. അരിപ്പയ്ക്ക് ശരീരത്തിലെ പ്രോട്ടീനെ പുറത്തേക്ക് കളയാതെ വേണം രക്തം ശുദ്ധീകരിക്കാനായിട്ടുള്ള അരിപ്പയായിട്ട് പ്രവർത്തിക്കുക. ഈ പ്രോട്ടീൻ മൂത്രത്തിൽ കൂടെ പോവുകയാണെങ്കിൽ
അമിതമായി പോകുന്നതിനെ നമ്മൾ നെഫ്രോട്ടിക് സിൻഡ്രോം എന്നാണ് പറയുക. ഇതാണ് ചുരുക്കത്തിൽ പ്രധാനപ്പെട്ട കിഡ്നി അസുഖങ്ങൾ. ഇനി എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? ഞാൻ നേരത്തെ പറഞ്ഞ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ അനുസരിച്ച്, ടൈപ്പ് അനുസരിച്ച് ലക്ഷണങ്ങൾ വ്യത്യാസം വരും. കാരണം സ്റ്റോൺ ആണെങ്കിൽ വേദനയാകാം, മൊത്തത്തിൽ പഴുപ്പാകാം, രക്തം പോകുന്നതാകാം. ഇതല്ലാതെയുള്ള ക്രോണിക് കിഡ്നി ഡിസീസിനെ പറ്റിയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിലേറ്റവും സാധാരണ കാണുന്ന ലക്ഷണം അമിതമായ ക്ഷീണം, വിശപ്പില്ലായ്മ, ഓക്കാനം, ഛർദി, മൂത്രത്തിന് അളവ് കുറയുക, മൂത്രത്തിന് നിറവ്യത്യാസം വരിക. ഒരു പരിധി കഴിഞ്ഞാൽ ശരീരത്തിലെ ജലാംശത്തിനെ പുറന്തള്ളാനുള്ള ബുദ്ധിമുട്ട് കാരണം ആ അവസരത്തിൽ മുഖത്ത് നീര് വരിക, കാലിൽ നീര് വരിക, ശ്വാസം വലിക്കുന്നതിന് ബുദ്ധിമുട്ട് വരിക, ഇങ്ങനെയുള്ള മറ്റ് ലക്ഷണങ്ങളും കാണാം. അറിഞ്ഞിരിക്കേണ്ടത് പലപ്പോഴും ഈ രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ ആദ്യഘട്ടത്തിൽ കാണണമെന്നില്ല. വൃക്ക സംരക്ഷിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രമേഹം നിയന്ത്രിക്കുക, രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക, ഉപ്പ് കുറയ്ക്കുക, ആവശ്യമായ അളവിൽ വെള്ളം കുടിക്കുക, വേദന സംഹാരികൾ അമിതമായി സ്വയം കഴിക്കരുത്, തുടർച്ചയായിട്ടുള്ള വ്യായാമം, ആരോഗ്യകരമായ ഭക്ഷണം, ആവശ്യം അനുസരിച്ചുള്ള പരിശോധനകൾ, പ്രത്യേകിച്ച് പ്രമേഹവും പ്രഷറുമുള്ളപ്പോൾ. അപ്പോൾ വൃക്കകളെ നമ്മൾ സ്നേഹിച്ച് ജീവിതത്തെ ആസ്വദിക്കണം. കാരണം വൃക്കകൾ നിശബ്ദമായിട്ട് ജോലി ചെയ്യുകയാണ്. അതിനുള്ള രോഗം ഉണ്ടായാൽ അത് നേരത്തെ കണ്ടെത്തിയാൽ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. ആരോഗ്യമുള്ള ജീവിതശൈലി വൃക്കകൾക്ക് ഒരു സംരക്ഷണമാണ്. തുടർന്നുള്ള സെഷനുകളിൽ നമ്മൾ കിഡ്നി രോഗികൾക്കുള്ള ഭക്ഷണക്രമം, ഓരോ രോഗത്തെപ്പറ്റിയും വിശദമായിട്ട് സംസാരിക്കുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.